2026 മാർച്ച് 27 മലങ്കര സഭ വീണ്ടും മൂറോൻ കൂദാശയാണ്. ഇത് 11ാമത് തവണയാണ് മലങ്കരയിൽ വിശുദ്ധ മൂറോൻ കൂദാശ നടത്തുന്നത്. ഇത് പാശ്ചാത്യ സുറിയാനി സഭയുടെ പാരമ്പര്യം അനുസരിച്ചാണ് മലങ്കര സഭ വിശുദ്ധ മൂറോൻ കൂദാശ നിർവഹിക്കുന്നത്. പാശ്ചാത്യ സുറിയാനി സഭയുടെ കാനോനുകൾ അനുസരിച്ച് സഭകളുടെ അധ്യക്ഷന്മാരായ പാത്രിക്കീസ്, കാതോലിക്ക, മെത്രാപ്പൊലീത്തമാർ എന്നിവർക്ക് മാത്രമാണ് മൂറോൻ കൂദാശ ചെയ്യാനുള്ള അധികാരം. എന്നാൽ നൂറ്റാണ്ടുകളായി ആ പാരമ്പര്യത്തിൽ മെത്രാപ്പൊലീത്തമാർ ചെയ്യാറില്ല. പാത്രിക്കീസും കാതോലിക്കായും മാത്രമാണ് മൂറോൻ കൂദാശ ചെയ്യുന്നത്. ആദ്യത്തെ 2 മൂറോൻ കൂദാശകൾ മലങ്കരയിൽ നടന്നത് അന്ത്യോക്യ പാത്രിക്കീസുമാരാണ് കാർമ്മികരായത്. കാരണം ആ കാലത്ത് ഇവിടെ കാതോലിക്കേറ്റ് ഉണ്ടായിരുന്നില്ല. 1876 അന്ത്യോക്യയുടെ പരിശുദ്ധ ഇഗ്നാത്തിയോസ് പത്രോസ് തൃതീയൻ പാത്രിക്കീസ് മോളന്തുരുത്തി പള്ളിയിൽ വെച്ച് നടത്തിയ മൂറോൻ കൂദാശയാണ് ആദ്യമായി നടത്തിയ വിശുദ്ധ മൂറോൻ കൂദാശ. ഇത് നടത്തിയത് 1876 വചനിപ്പ് പെരുന്നാൾ മാർച്ച് 25 40ാം വെള്ളിയാഴ്ചയും ഒരുമിച്ച് വന്ന അതേ ദിവസമാണ്. അതിനുശേഷം ഒന്നൊഴികെയുള്ള മൂറോൻ കൂദാശകളെല്ലാം അതേ ദിവസം തന്നെ, അതായത് 40ാം വെള്ളിയാഴ്ചയാണ് നടത്തുന്നത്. ഓർത്തഡോക്സ് സഭകളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ മൂറോൻ എന്ന് പറയുന്നത്, മൂറോൻ അഭിഷേകം എന്ന് പറയുന്നത് അത്യന്തം പ്രാധാന്യമുള്ള ഒരു കൂദാശയാണ്. എല്ലാ മനുഷ്യരും, എല്ലാ സഭാംഗങ്ങളും നിർബന്ധിതമായി സ്വീകരിച്ചിരിക്കേണ്ട കൂദാശയാണ്. മാമോദീസായ്ക്കും അതിനുശേഷം മൂറോൻ അഭിഷേകം, പിന്നീട് പള്ളി തബലയിത്ത കൂദാശകൾ എന്നിവയ്ക്ക് മൂറോൻ അനിവാര്യമാണ്. ആനന്ദ തൈലം എന്നാണ് ഡോക്ടർ പൗലൂസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത വിശുദ്ധ മൂറോനെ വിവരിക്കുന്നത്. ഇത് സന്തോഷത്തിൻ്റെയാണ്, ദൈവത്തിൻ്റെ സന്തോഷമുള്ള ഒരു പ്രക്രിയയാണ്, അതിൻ്റെ പ്രതിരൂപമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ. ഈ മൂറോൻ കൂദാശ നടത്തുന്നത് വളരെ അധികം ശ്രമത്തിൻ്റെ ഫലമായി വളരെയധികം പണം ചെലവുള്ള ഒരുപാട് ഒരുക്കങ്ങൾ ആത്മീകമായും ലൗകികമായും കാർമ്മികരും സഭയും നടത്തിയ ശേഷം മാത്രമേ ഈ വിശുദ്ധ മൂറോൻ കൂദാശ നടത്താൻ സാധിക്കുകയുള്ളൂ. നമുക്കെല്ലാം അറിയാവുന്ന പോലെ 12 കശീശന്മാരും 12 ശംശോനന്മാരും 12 യൗഫദിയോക്കന്മാരും ഈ പ്രധാന മഹാപുരോഹിതനോടൊപ്പം ഈ കൂദാശ കർമ്മത്തിന് അനിവാര്യമാണ്. അതായത് മുഴുവൻ സഭ യുടെ സാന്നിധ്യത്തിലാണ് സഭയ്ക്ക് വേണ്ടി മൂറോൻ കൂദാശ നിർവഹിക്കുന്നത്. പരിശുദ്ധ ഗീവർഗീസ് ദിദിയൻ ബാവ 2 പ്രാവശ്യവും പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് പ്രഥമൻ 2 പ്രാവശ്യവും പരിശുദ്ധ ഔഗേൻ ബാവ, പരിശുദ്ധ മാത്യൂസ് ദിദിയൻ ബാവ, ദിദിമോസ് പ്രഥമൻ ബാവ, പൗലോസ് ദിദിയൻ ബാവ എന്നിവർ ഓരോ പ്രാവശ്യവും മൂറോൻ കൂദാശ നടത്തിയിട്ടുണ്ട്. 2026 പരിശുദ്ധ പിതാവായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയനാണ് വിശുദ്ധ മൂറോൻ കൂദാശയുടെ മുഖ്യ കാർമ്മികൻ. 1977 വരെ അന്ത്യോക്യ പാത്രിക്കീസുമാർ നടത്തിയ 2 മൂറോൻ കൂദാശകളും മോളന്തുരുത്തി പള്ളിയിലായിരുന്നു. അതിനുശേഷം 1977 വരെ പഴയ സെമിനാരി ചാപ്പലിലാണ് വിശുദ്ധ മൂറോൻ കൂദാശ നടത്തിക്കൊണ്ടിരുന്നത്. 77 ശേഷം ഭാഗ്യസ്മരണാർഹനായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് പ്രഥമൻ അത് ദേവലോകം കാതോലിക്കറ്റ് അരമന ചാപ്പലിലേക്ക് മാറ്റി. അതിനുശേഷം ഇവിടെ മാത്രമാണ് വിശുദ്ധ മൂറോൻ കൂദാശ നിർവഹിക്കുന്നത്. ഇത് ഒരു കേവലമായ ഒരു കൂദാശയല്ല. ശരാശരി ഒരു ദശവർഷത്തിൽ ഒരിക്കൽ മാത്രമേ മൂറോൻ കൂദാശ നടത്താറുള്ളൂ. ഇത് വളരെ ഒരുക്കത്തോടുകൂടി കാർമ്മികൻ മാത്രമല്ല, സഹകാർമ്മികർ മാത്രമല്ല, മുഴുവൻ സഭയും ഒരു പൂർണ്ണമായ ഒരുക്കത്തോടുകൂടി സംബന്ധിക്കേണ്ട കൂദാശയാണ് വിശുദ്ധ മൂറോൻ കൂദാശ.